ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. 20K റേഞ്ചിലെ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഏതുമല്ല, റിയൽമിയുടെ നാസോ 80 Pro എന്ന മോഡലാണ്. 20,000 രൂപയ്ക്ക് റേഞ്ചിൽ ഇതൊരു ബെസ്റ്റ് പെർഫോമൻസും ബെസ്റ്റ് പ്രോസറും വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഈ ഒരു മാസം നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ആൻഡ് വേരിയൻ്റ് തന്നെ പറയാം. 3 വേരിയൻ്റ് ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ബേസ് മോഡൽ വന്നിട്ട് 8GB 128GB ആണ്. ഇതിൻ്റെ ആക്ച്വലായിട്ടുള്ള പ്രൈസ് 19,999 ആയിട്ടാണ് വരുന്നത്. മിഡിൽ വേരിയൻ്റ് വന്നിട്ട് 8GB 256GB ആണ്. ഇതിൻ്റെ പ്രൈസ് 21,499 ആയിട്ടാണ് വരുന്നത്. ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 12GB 256GB വേരിയൻ്റെ പ്രൈസ് 23,499 ആയിട്ടാണ് വരുന്നത്. ഇത് കൂടാതെ തന്നെ 2,000 രൂപയുടെ ഒരു ഓഫർ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ 17,999 ബേസ് മോഡൽ 18,000 രൂപ കിട്ടുന്നുമുണ്ട്. സോ അല്ലെങ്കിൽ 20,000 രൂപയുടെ ഫോൺ ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ 18,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. ആമസോണിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇനി ഇതിൻ്റെ ഡിസൈൻ എപ്പോഴും ഉള്ള പോലെ സർക്കിൾ ക്യാമറ മൊഡ്യൂളാണ്, പക്ഷേ കാണാൻ ഇത് രസമുണ്ട്. 2 കളേഴ്സിൽ വരുന്നുണ്ട്. ഒരു സിൽവർ വരുന്നുണ്ട്, ഒരു ഗ്രീൻ കളർ കൂടെ വരുന്നുണ്ട്. അതിൽ ആ സിൽവർ ആണെങ്കിൽ നല്ല രസമുണ്ട്. സർക്കിൾ ക്യാമറയെ പുറത്തായിട്ടൊരു റെഡ് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്, അതും നൈസായിട്ടുണ്ട്. ഒരു ഗെയിമിംഗ് ഫോണിൻ്റെ ആ ഒരു ലുക്ക് ഇതിനെന്തായാലും കിട്ടുന്നുണ്ട്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, ഡിസൈൻ വൈസ് ആണെങ്കിലും. പക്ഷേ ഉള്ളിലുള്ള ഒരു ക്യാമറ ലേഔട്ടൊക്കെ ഇതിന് മുമ്പേ ഇറങ്ങിയ റിയൽമിയുടെ 14 Proയിലൊക്കെ കണ്ട സെയിം എക്സാക്ട് സാധനം തന്നെയാണ്. അതിലൊന്നും വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേണിൽ ഒരു വ്യത്യാസം ഉണ്ടായതുകൊണ്ട് തന്നെ കാണാനും രസമൊക്കെ വരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് തിക്നെസ് ആണെങ്കിൽ 179 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. 7.5 mm തിക്നെസ് ആയിട്ടാണ് വരുന്നത്. IP69 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. അത്യാവശ്യം വലിയ ബാറ്ററി വരുന്നുണ്ട്. പക്ഷേ പുതിയ ബാറ്ററി ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഫോണിൻ്റെ തിക്നെസ്സും വെയിറ്റും ഒക്കെ തന്നെ നല്ല രീതിയിൽ കുറച്ചിട്ടും ഉണ്ട്. ഇറ്റ്സ് നൈസ്. ഡിസൈൻ വൈസ് നല്ല ഡിസൈനാണ്. ബിൽഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് വലിയ സംഭവം എന്ന് പറയാൻ 20,000 രൂപയുടെ ഫോണാണ്. ഇറ്റ്സ് ഓക്കെ, അത്യാവശ്യം കൊള്ളാം. IP69 റേറ്റിംഗ് ഒക്കെ തന്നെ കൊടുത്തിട്ടുമുണ്ട്. ഈ പ്രൈസ് പോയിന്റിൽ ഇതൊക്കെ മതി. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. ഇത് നോക്കുമ്പോൾ ഇത് നല്ലതാണ്, അത്രയേ ഉള്ളൂ. ഇനി ഡിസ്പ്ലേ ആണെങ്കിൽ 6.77 ഇഞ്ച് വരുന്ന ഫുൾ HD ആയിട്ടുള്ള AMOLED 120 ഹെർട്സിൻ്റെ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. 1400 നിറ്റ്സിൻ്റെ ആണ് ഹൈ ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത്. 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷനാണ് ഫ്രണ്ട് ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേ വൈസ് ഈ റേഞ്ചിലെ നല്ല ഡിസ്പ്ലേ ആണ്, അത്രയേ പറയാനുള്ളൂ. നല്ല ഡിസ്പ്ലേ ആണ്. ഒരു കർവ്ഡ് ആണ്. ഗെയിമിങ്ങിന് കർവ്ഡ് അത്ര നല്ലതല്ല എന്നാണ് പറയാറ്. പക്ഷേ എന്നാലും കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നും പറയാനില്ല. കർവ്ഡ് ഇഷ്ടപ്പെടാത്തവർക്ക് ചിലപ്പോൾ ഇതൊരു അതായിരിക്കും. കാരണം എല്ലാവരും ഇപ്പം ഫ്ലാറ്റ് ഡിസ്പ്ലേ ഉള്ള ഫോൺസാണ് മെയിനായിട്ട് നോക്കുന്നത്. പക്ഷേ കർവ്ഡ് ഇപ്പം ഞാനാണെങ്കിൽ കർവ്ഡ് ഡിസ്പ്ലേ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് ഓക്കെ, നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ വൈസ് ഒന്നും അങ്ങനെ കുറ്റമൊന്നും പറയാനില്ല. നല്ലൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇനി ക്യാമറ ആണെങ്കിൽ 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 2 MB ആണ് ഡെപ്ത് സെൻസറാണ് റിയറിൽ വരുന്നത്. അൾട്രാ വൈഡ് ക്യാമറ ഒക്കെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി സെൽഫി ക്യാമറ ആണെങ്കിൽ 16 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. റിയർ ക്യാമറയിൽ 4K 13 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സെൽഫി ക്യാമറയിൽ ഫുൾ HD മാത്രമേ സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ. ക്യാമറ വൈസ് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 MB മാത്രമേ റിയറിൽ ക്യാമറ വരുന്നുള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ്. ക്യാമറ സാമ്പിൾസൊക്കെ നോക്കിയ സമയത്തും നല്ലൊരു ക്യാമറ 20,000 രൂപയ്ക്ക് റേഞ്ചിൽ വരുന്ന നല്ല ക്യാമറ ഉള്ള ഫോൺസിൻ്റെ ആ ഇതിലുള്ള നല്ലൊരു ഫുട്ടേജൊക്കെ കിട്ടുന്നുണ്ട്. അതിലൊന്നും കുഴപ്പമൊന്നും പറയാനില്ല. പക്ഷെ നിങ്ങളൊക്കെ ക്യാമറ റിവ്യൂസൊക്കെ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രം പോയിട്ട് വാങ്ങാം കേട്ടോ. ഇതൊരു മെയിനായിട്ട് ക്യാമറ ഓറിയൻ്റ് ആയിട്ടുള്ള ഫോണല്ല. പക്ഷേ ഇതിലെടുക്കുന്ന ഫോട്ടോസ് അത്യാവശ്യം നല്ലൊരു ഫോട്ടോസാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ് പെർഫോമൻസ്. ഇതിൽ വരുന്ന MediaTekൻ്റെ Dimensity 7400 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. അറൗണ്ട് ഒരു 7,80,000 ഒക്കെ തന്നെ ആൻറ്റി സ്കോർ അടക്കം കൊടുത്തിട്ടുമുണ്ട്. LPDDR4X RAM യൂസ് 3.1 സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് നൈസ്. കാരണം ഇപ്പോൾ 25,000-30,000 രൂപയുടെ ഫോണിലടക്കം 2.2 സ്റ്റോറേജ് കൊടുക്കുന്ന ചില ബ്രാൻഡ് ഉണ്ട്. അത് നോക്കുമ്പോൾ 3.1 ഈ റേഞ്ചിൽ സഫിഷ്യൻ്റ് ആണ്. അത് മതി, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യം ഈ പ്രൈസ് പോയിന്റിലില്ല. ഓവറോൾ പെർഫോമൻസ് അതാണ്. പെർഫോമൻസ് തീയാണ്. നല്ല പെർഫോമൻസ് കിട്ടും. ഇപ്പം ഇതേ സെയിം ചിപ്സെറ്റും വെച്ചാണ് 23,000 രൂപ റേഞ്ചിൽ മോട്ടോറോള Edge 60 ഫ്യൂഷൻ വരുന്നത്. അതിന് ഇത്രത്തോളം ആൻറ്റി സ്കോർ പോലും ആ ഒരു ഫോണിന് വരുന്നില്ല. അപ്പം
ഇപ്പോൾ 20,000 രൂപ റേഞ്ചിൽ 18,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങിട്ടി കഴിഞ്ഞാൽ ഇത് ബെസ്റ്റ് ആട്ടോ. കാരണം ആ റേഞ്ചിൽ ഇപ്പോൾ ഉള്ള റിയൽമിയുടെ P3 ഒക്കെയാണ്, അതിനും കാട്ടി നല്ല പെർഫോമൻസ് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. പിന്നെ BGMI ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 90 FPS ഒക്കെ തന്നെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം സ്മൂത്തായിട്ട് അങ്ങനെ ഗെയിം 120 FPS സപ്പോർട്ട് കൊടുത്തിട്ടില്ല, 90 FPS കളിക്കാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് GT മോഡ് പോലുള്ള ഗെയിമിംഗ് മോഡും ഈ ഒരു ഫോണിൽ വരുന്നുമുണ്ട്. ലേറ്റസ്റ്റ് ആയുള്ള Android 15 ആയിട്ടാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. റിയൽമി UI 6.0 ആയിട്ടാണ് വരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി ബാറ്ററി ആണെങ്കിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അത് ചാർജ് ചെയ്യാൻ വേണ്ടി 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്ത് വരുന്നുമുണ്ട്. ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ 20,000 രൂപ റേഞ്ചിൽ ഗെയിമിംഗ് പെർഫോമൻസ് ആണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ പോയി എടുത്തോളൂ. എടുക്കുന്നതിന് മുമ്പായിട്ട് റിവ്യൂ ഒക്കെ പോയിട്ട് നോക്കാട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അല്ലാത്ത രീതിയിൽ ഇതൊരു നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ഫോണാണ്, അത്രയേ പറയാനുള്ളൂ. ഇതിലെല്ലാം നല്ലതാണ്. ഇപ്പം ഡിസൈൻ, ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. ബിൽഡ് ക്വാളിറ്റി എല്ലാത്തിലും വരുന്നതാണ്, അതുകൊണ്ട് വലിയ നല്ലതാണെന്ന് പറയാനില്ല. നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ക്യാമറ, ബെസ്റ്റ് ക്യാമറ അല്ല, നല്ല ക്യാമറ, നല്ല പെർഫോമൻസ്, ബെസ്റ്റ് പെർഫോമൻസ് വരുന്നുണ്ട്. ബെസ്റ്റ് ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 20,000 രൂപ റേഞ്ചിൽ എന്തായാലും ഇതൊരു നല്ലൊരു വേർത്തായിട്ടുള്ള മോഡലാണ്. എടുക്കുന്നതിന് മുമ്പായിട്ട് റിവ്യൂസൊക്കെ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.